സ്വാഗതം. നമ്മൾ ഇന്ന് ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും അത് നമ്മുടെയൊക്കെ ചിന്താശേഷിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ പങ്കുവച്ച പഠനസഹായമുണ്ടല്ലോ, ബഹുഭാഷാത്വവും വൈജ്ഞാനികതയും അഥവാ മൾട്ടിലിംഗ്വലിസം ആൻഡ് കോഗ്നിഷൻ. അതിലെ 3-ാം യൂണിറ്റിലെ ചില കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഷാർലമേന്റെ ഒരു വാക്കുണ്ട്, മറ്റൊരു ഭാഷ അറിയുക എന്നത് രണ്ടാമതൊരു ആത്മാവിനെ സ്വന്തമാക്കുന്നത് പോലെയാണെന്ന്. ശരിക്കും അതൊരു നല്ല തുടക്കമാണല്ലേ? ഈ കഴിവിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? വളരെ ശരിയാണ്. അതൊരു നല്ല പോയിന്റാണ്. പലരും വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നത് എന്തോ ഒരു വലിയ അത്ഭുത സിദ്ധിയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അത് മനുഷ്യന്റെ വളരെ സ്വാഭാവികമായൊരു കഴിവാണ്, ഒരു നാച്ചുറൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. കുക്ക് 2002 പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർക്കുന്നുണ്ടോ? 2 ശ്വാസകോശങ്ങൾ പോലെ സാധാരണമാണ് 2 ഭാഷകളും. അതായത് ശരിയായ സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മളിൽ മിക്കവർക്കും ഒന്നിലധികം ഭാഷകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പലപ്പോഴും ആ സാഹചര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ആളുകൾ ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നവരായി, അതായത് മോണോലിംഗ്വൽ സ്പീക്കേഴ്സായി മാറുന്നത്. ഓഹോ, അപ്പോൾ ഈ പറയുന്ന സാഹചര്യം ഒത്തുവന്നാൽ അതിനെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സംവിധാനം ഓൾറെഡി ഉണ്ടെന്നാണോ? ഒരു ഭാഷാ യന്ത്രം? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. നോം ചോംസ്കി, പ്രമുഖനായ ഭാഷാശാസ്ത്രജ്ഞൻ, ഇതിനെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യക്കുഞ്ഞുങ്ങളിലും ജനിക്കുമ്പോൾ തന്നെ ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സഹജമായ കഴിവുണ്ട്. അതിനെ നമുക്ക് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ LAD എന്ന് വിളിക്കാം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊരു മെഷീനൊന്നുമല്ല കേട്ടോ. തലച്ചോറിലുള്ള ഭാഷയുടെ നിയമങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മെന്റൽ സ്ട്രക്ചറാണ്. ചോംസ്കിയുടെ സിദ്ധാന്തമനുസരിച്ച് ഈ LADയുടെ പ്രധാന ഭാഗമാണ് യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെങ്കിൽ UG. യൂണിവേഴ്സൽ ഗ്രാമർ, സാർവലൗകിക വ്യാകരണം. കേൾക്കാനൊരു കൗതുകം തോന്നുന്നു. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതിൽ തന്നെയല്ലേ ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് പാരാമീറ്റേഴ്സ് എന്നൊക്കെ വരുന്നത്? അതെന്താണ്? യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും പൊതുവായിട്ടുള്ള ചില നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു കൂട്ടമാണ്, ഒരു ബ്ലൂ പ്രിന്റ് പോലെ. നമ്മുടെ തലച്ചോറിലെ ഭാഷാ സോഫ്റ്റ്വെയറിന്റെ ഒരു അടിസ്ഥാന രൂപരേഖ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസും പാരാമീറ്റേഴ്സും. പ്രിൻസിപ്പിൾസ് അഥവാ തത്വങ്ങൾ അതെല്ലാ ഭാഷകൾക്കും ഒരുപോലെയാണ്, മാറ്റമില്ലാത്ത അടിസ്ഥാന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, എല്ലാ ഭാഷയിലും വാക്യങ്ങൾക്കൊരു ഘടനയുണ്ട്, വാക്കുകൾ ചേർന്നാണ് അർത്ഥമുണ്ടാക്കുന്നത്. ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് മനസ്സിലായി. അപ്പൊ പാരാമീറ്ററുകളോ? അതെങ്ങനെയാണ് ഈ ഭാഷകളെ വ്യത്യസ്തമാക്കുന്നത്? അതാണ്, പാരാമീറ്ററുകളാണ് ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രത്യേകത കൊടുക്കുന്നത്. അവ ശരിക്കും പറഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങളാണ്, ഓരോ ഭാഷയും തെരഞ്ഞെടുക്കുന്ന ഓപ്ഷനുകൾ പോലെ. യൂണിവേഴ്സൽ ഗ്രാമർ പല സാധ്യതകൾ മുന്നോട്ട് വയ്ക്കും, ഒരു സ്വിച്ച് പോലെ, ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാവുന്ന ഓപ്ഷനുകൾ. ഉദാഹരണത്തിന്, വാക്യത്തിലെ വാക്കുകളുടെ ക്രമം, വേർഡ് ഓർഡർ. നമ്മൾ മലയാളത്തിൽ സാധാരണ ഞാൻ ചോറ് തിന്നു എന്ന് പറയും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് SOV. പക്ഷേ ഇംഗ്ലീഷിലോ I ate റൈസ് എന്നാണ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVO. കണ്ടില്ലേ? ഈ SOV അല്ലെങ്കിൽ SVO എന്ന തെരഞ്ഞെടുപ്പ് ഒരു പാരാമീറ്ററിന്റെ ഉദാഹരണമാണ്. യൂണിവേഴ്സൽ ഗ്രാമർ ഈ 2 ഓപ്ഷനും തരും. ഓരോ ഭാഷയും അതിലൊന്ന് സെറ്റ് ചെയ്യും. ആഹാ, ഇത് കൊള്ളാലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ 0-ൽ നിന്നല്ല തുടങ്ങുന്നത്. തലച്ചോറിൽ ഓൾറെഡി ഉള്ള ഈ യൂണിവേഴ്സൽ ഗ്രാമർ ഒരു മെനു പോലെയാണ്. നമ്മൾ കേൾക്കുന്ന ഭാഷയനുസരിച്ച് ആ മെനുവിലെ ശരിയായ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്വിച്ചുകൾ നമ്മൾ ഓൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അതെ, വളരെ കൃത്യമായി പറഞ്ഞു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു ഭാഷയുമായി ഇടപഴകുമ്പോൾ അത് ഒന്നോ അതിൽ കൂടുതലോ ആകാം. തലച്ചോറിലെ ഈ സംവിധാനം, ഈ LAD ആക്റ്റീവ് ആകും. ആ ഭാഷയിലെ വാക്കുകൾ, അതായത് വൊക്കാബുലറി, പിന്നെ അതിൻ്റെ വ്യാകരണ രീതികൾ, ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ്, ഈ പാരാമീറ്റർ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ പതിയെ തിരിച്ചറിഞ്ഞ് പഠിച്ചെടുക്കും. അപ്പോൾ ഒന്നിലധികം ഭാഷകൾ കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ ഒന്നിലധികം ഭാഷാ സിസ്റ്റങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റും, ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും പറ്റും. അങ്ങനെയാണ് ഈ ബഹുഭാഷാശേഷി, മൾട്ടിലിംഗ്വലിസം സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്.
ഇത് ശരിക്കും നമ്മളെ ഭാഷാ പഠനത്തെ കാണുന്ന ആ ഒരു രീതിയെ തന്നെ മാറ്റുന്നുണ്ടല്ലേ? അതായത് ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ബുദ്ധിമുട്ടോർത്ത് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ആ ബേസിക് ടൂൾസ് നമ്മുടെ കയ്യിൽ തന്നെ, അല്ലെ, തലച്ചോറിൽ തന്നെ ഉണ്ട്. വേണ്ടത് നല്ല സാഹചര്യങ്ങളും കുറച്ച് പ്രോത്സാഹനവും ഒക്കെയാണ്. തീർച്ചയായും, അതിൽ സംശയമില്ല. ഭാഷ പഠിക്കാനുള്ളൊരു ഹാർഡ്വെയർ അത് നമ്മളിൽ ജന്മനാ തന്നെയുണ്ട്. അത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ സംസാരത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഷ പഠിക്കാനുള്ള കഴിവ്, പ്രത്യേകിച്ച് ഒന്നിലധികം ഭാഷകൾ പഠിക്കാനുള്ള കഴിവ്, അത് മനുഷ്യന് വളരെ അടിസ്ഥാനപരമായ ഒന്നാണ്. അത് നമ്മുടെ തലച്ചോറിലെ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഗ്രാമറൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെ, നമ്മളിന്ന് പ്രധാനമായും സംസാരിച്ചത് ഈ ഭാഷ കിട്ടുന്നതിന്റെ, ആ ആക്വസിഷൻ മെക്കാനിസമിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് ബഹുഭാഷാത്വവും വൈജ്ഞാനികതയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കാം. നമ്മൾ കണ്ടു, വെറുതെ സംസാരിക്കാൻ മാത്രമല്ല, ഒന്നിലധികം ഭാഷാ നിയമങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ കഴിവ് ഉപയോഗിക്കുന്നത് നമ്മുടെ മറ്റ് കഴിവുകളെ, അതായത് ചിന്തിക്കുന്ന രീതി, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? എന്തൊക്കെ അധിക നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാകാം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ആലോചിക്കാവുന്നതാണ്. ഇന്ന് നമ്മളൊരു ഗഹനമായ ചർച്ച നടത്താൻ പോകുന്നത് ബഹുഭാഷാത്വത്തെക്കുറിച്ചാണ്. മൾട്ടിലിംഗ്വലിസം എന്ന് പറയും. അപ്പോൾ ഈ ഒന്നിലധികം ഭാഷകൾ അറിയുക എന്ന് വെച്ചാൽ ശരിക്കും എന്താണതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബഹുഭാഷാപരമായ ആശയങ്ങൾ എന്നൊരു പഠനമുണ്ട്. അതിലെ ചില പ്രധാന കാര്യങ്ങളാണ് നമ്മളിന്ന് ഒന്ന് വിശദീകരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ബഹുഭാഷാത്വം, അതിൻ്റെ പല രൂപങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അത് വ്യക്തികളെയും സമൂഹത്തെയും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് മൾട്ടിലിംഗ്വലിസം, ബഹുഭാഷാത്വം? ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒന്നിലധികം ഭാഷകൾ അറിയാനും അത് ഉപയോഗിക്കാനുമുള്ള ഒരു കഴിവാണ്. അതായത് സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്കിങ്ങനെ സ്വാഭാവികമായി മാറാനുള്ളൊരു കഴിവ്. ഇതിനോട് ചേർന്ന് ബൈലിംഗ്വലിസം, പോളിലിംഗ്വലിസം, പ്ലൂറിലിംഗ്വലിസം, പിന്നെ ഡിഗ്ലോസിയ എന്നൊക്കെ ചില വാക്കുകൾ കേൾക്കാം. അതും സമാനമായ ആശയങ്ങൾ തന്നെയാണ്. ഒന്നിലധികം ഭാഷ അറിയുന്നവരെ നമ്മൾ ഇംഗ്ലീഷിൽ പോളിഗ്ലോട്ട് എന്ന് പറയും. എന്നാൽ ഒരൊറ്റ ഭാഷ മാത്രം അറിയുന്നവരോ അവരെ മോണോഗ്ലോട്ട് എന്നും പറയും. ഇവിടെ ഒരു രസകരമായ വേർതിരിവുണ്ട്. ഈ ബഹുഭാഷാത്വത്തെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന് വ്യക്തിപരം, അതായത് പേഴ്സണൽ മൾട്ടിലിംഗ്വലിസം. വ്യക്തിപരം, അതെ, അത് ഒരാളുടെ മാത്രം കഴിവാണ്. മറ്റൊന്ന് സാമൂഹികം, സോഷ്യൽ മൾട്ടിലിംഗ്വലിസം. അതായത് ഒരു സമൂഹം, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഗോത്രവർഗ സമൂഹമൊക്കെ രണ്ടോ അതിലധികമോ ഭാഷകൾ ഒരുമിച്ച് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഉദാഹരണം നമ്മുടെ ഇന്ത്യ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവിടെ ഏകദേശം 200 ഭാഷകളോളം സംസാരിക്കുന്നുണ്ട്. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണല്ലോ, അല്ലേ? തീർച്ചയായും. അപ്പോ ഈ നിർവചനം അതെപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നോ, അതോ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്, കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇപ്പോ ബ്ലൂംഫീൽഡൊക്കെ 1933 പറഞ്ഞിരുന്നത് വളരെ കർശനമായൊരു നിർവചനമാണ്. അതായത് ഒരാൾക്ക് ഒന്നിലധികം ഭാഷകൾ അറിയാമെങ്കിൽ ആ ഭാഷകളിലെല്ലാം ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ കഴിവ് വേണം. അത്രയ്ക്കും പ്രാവീണ്യം വേണം. അതെ, അതും കുട്ടിക്കാലത്ത് ഒരേ സമയം പഠിച്ചതായിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടി വിശാലമായ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഹോജൻ, ഗ്രോസ്ട്രിയൻ അങ്ങനെയുള്ളവരുടെ പഠനങ്ങളൊക്കെ ഇതിനൊരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ്? ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് തന്റെ കയ്യിലുള്ള ഭാഷകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ഒരു സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രയുണ്ടെങ്കിൽ അയാളെ ബഹുഭാഷാ പരിജ്ഞാനിയായി കണക്കാക്കാം. ഓരോ ഭാഷയിലും എത്രത്തോളം പ്രാവീണ്യമുണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ പഠിച്ചു എന്നതൊന്നും വലിയ വിഷയമല്ല. അപ്പോ ഒരു ഉദാഹരണം പറയാമോ? പറയാലോ. ഇപ്പോ സ്വിറ്റ്സർലൻഡിൽ ജോലിക്ക് പോയ ഒരു സാധാരണ ഇന്ത്യൻ തൊഴിലാളി, അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സ്വിസ് ജർമ്മൻ കുറച്ചറിയാം.
അയാളും ഒരു ബഹുഭാഷാ പരിജ്ഞാനിയാണ്. ആ, അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രൊഫഷണൽ ഇന്റർപ്രറ്റർ ഉണ്ടല്ലോ, ഉവ്വ്. അദ്ദേഹവും ബഹുഭാഷാ പരിജ്ഞാനിയാണ്. പക്ഷേ അവരുടെ ആ കഴിവിന്റെ തലം, ആ ഒരു ലെവൽ, അത് വ്യത്യസ്തമാണെന്ന് മാത്രം. ഇത് കുറച്ചുകൂടി സങ്കീർണമാവുന്നുണ്ടല്ലേ? എലീറ്റ് മൾട്ടിലിംഗ്വലിസം, നെയ്ബർഹുഡ് മൾട്ടിലിംഗ്വലിസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണ്? അത് പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണ്. എലീറ്റ് മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി ഒരു ഔപചാരികമായ രീതിയിൽ പഠിച്ചെടുക്കുന്ന ഭാഷാ പരിജ്ഞാനം. ഫോർമൽ ലേണിംഗ്. അതെ, ഫോർമൽ ലേണിംഗ്. എന്നാൽ നെയ്ബർഹുഡ് മൾട്ടിലിംഗ്വലിസം അങ്ങനെയല്ല. അത് സ്വാഭാവികമായി കിട്ടുന്നതാണോ? അതെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകി സ്വാഭാവികമായി കിട്ടുന്നതാണ്. അതിനൊരു പ്രത്യേക പഠന രീതിയോ സിലബസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കേ. അതുകൂടാതെ സിദ്ധാന്തപരമായി വേറെ ചില വേർതിരിവുകൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണ്? ആഡിറ്റീവ് ബൈലിംഗ്വലിസം, സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം. ഇത് രണ്ടും ശ്രദ്ധേയമാണ്. ആഡിറ്റീവ്, സബ്ട്രാക്റ്റീവ്. അതെ, ആഡിറ്റീവ് എന്ന് വെച്ചാല് ഒരാൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഒന്നാം ഭാഷയുണ്ട്, മാതൃഭാഷ. അതിന് ഒരു കോട്ടവും തട്ടാതെ രണ്ടാമതൊരു ഭാഷ കൂടി പഠിച്ചെടുക്കുന്നു. രണ്ടും ചേർന്നു പോകുന്നു. ഓക്കേ. എന്നാൽ സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസമില് അങ്ങനെയല്ല. അവിടെ ഈ രണ്ടാം ഭാഷയുടെ സ്വാധീനം കാരണം ഒന്നാം ഭാഷയുടെ ചില കഴിവുകൾക്ക് അല്ലെങ്കിൽ ചില ഘടകങ്ങൾക്ക് ഒരു കുറവ് വരുന്നു, അതില്ലാതായി പോകുന്നു. അത് കുറച്ച് പ്രശ്നമാണല്ലോ. ചില സാഹചര്യങ്ങളിൽ അതെ. പിന്നെ എപ്പോഴാണ് ഭാഷ പഠിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടും വേർതിരിവുണ്ട്. സൈമുൾട്ടേനിയസ് ബൈലിംഗ്വലിസം. സൈമുൾട്ടേനിയസ് അതായത് ജനിച്ചപ്പോൾ മുതൽ ഒരേ സമയം 2 ഭാഷകൾ പഠിച്ചു വളരുന്നത്. ഓ, വീട്ടിൽ അച്ഛനും അമ്മയും വേറെ ഭാഷ സംസാരിക്കുന്ന കുട്ടികളെ പോലെ. അതെ അതെ. അതുപോലെ സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം ഉണ്ട്. അതായത് ആദ്യം ഒരു ഭാഷ പഠിക്കുന്നു, കുറച്ചു കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്നു. നമ്മളിൽ മിക്കവരും അങ്ങനെയല്ലേ? ആദ്യം മലയാളം, പിന്നെ സ്കൂളിൽ പോയി ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ പഠിക്കുന്നത്. ശരിയാണ്. അത് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസമിന് ഉദാഹരണമാണ്. ഈ ആഡിറ്റീവ്, സബ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞല്ലോ, അവിടെ ശരിക്കും ഭാഷകൾ തമ്മിലൊരു തരം പോരാട്ടം നടക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളില്? അതോ അതൊരു തിയറി മാത്രമാണോ? അതൊരു നല്ല ചോദ്യമാണ്. പോരാട്ടം എന്ന വാക്ക് ചിലപ്പോൾ കുറച്ചു കടുപ്പമായിരിക്കും. പക്ഷേ സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവിടെ ഒരു ഭാഷ, ചിലപ്പോൾ ഭൂരിപക്ഷ ഭാഷയോ അല്ലെങ്കിൽ കൂടുതൽ സാമൂഹിക പ്രാധാന്യമുള്ള ഭാഷയോ ആകാം, അത് മറ്റേ ഭാഷയെ, ഒരുപക്ഷെ ന്യൂനപക്ഷ ഭാഷയെ ഉപയോഗത്തിൽ നിന്ന് കുറേശ്ശെ പുറന്തള്ളാൻ സാധ്യതയുണ്ട്. കഴിവുകളെയും ബാധിക്കുമോ? ചിലപ്പോൾ അതും സംഭവിക്കാം, പ്രത്യേകിച്ചും കുട്ടികളില്. ഇത് വ്യക്തിപരമായ അനുഭവങ്ങളും പിന്നെ സാമൂഹികമായ സമ്മർദ്ദങ്ങളുമൊക്കെ ആശ്രയിച്ചിരിക്കും. ശരിയാണ്. ഓരോ സംസ്കാരവും ഇതിനെ എങ്ങനെ കാണുന്നു എന്നതിലും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇപ്പോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളില് കുടിയേറ്റക്കാരല്ലെങ്കിൽ അധികം പേരും ഒരു ഭാഷയല്ലേ സംസാരിക്കൂ, മോണോഗ്ലോട്ട് സമൂഹം. മിക്കവാറും അതെ. അവിടെ ഒന്നിലധികം ഭാഷ അറിയുന്നത് ഒരുപക്ഷെ അത്ര സാധാരണമായിരിക്കില്ല. അതേസമയം ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലോ നോക്കിയാൽ അവിടെ ഇത് സാധാരണമാണല്ലേ? വളരെ സാധാരണമാണ്. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ആളുകൾ 4 അതിലധികമോ ഭാഷകൾ വളരെ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ശരിയാണ്. ഭാഷയും സംസ്കാരവും തമ്മിൽ അതിങ്ങനെ വേർപെടുത്താൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. ഓരോ ഭാഷയും അതിൻ്റെതായൊരു ലോകം കൂടിയാണ്. അതിൻ്റെതായ മൂല്യങ്ങൾ, ഓർമ്മകൾ, ലോകത്തെ കാണുന്ന രീതികൾ ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ബഹുഭാഷാത്വം പലപ്പോഴും ബഹുസാംസ്കാരികതയിലേക്ക് നയിക്കുന്നത്, മൾട്ടികൾച്ചറലിസം? അതെ, അത് വളരെ ശരിയാണ്. ഒരു ഭാഷയുടെ അർത്ഥതലങ്ങൾ, അതിന്റെ സിമാന്റിക്സ്, ഒരു സംസ്കാരത്തിന്റെ ചിഹ്നങ്ങൾ, അതിന്റെ സെമിയോടെക്സ്, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഒരു സാമൂഹിക ഭാഷാ ഭീമൻ എന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യോ ലിംഗ്വിസ്റ്റിക് ജയന്റ്. ശരിയാണ്. മുംബൈ പോലുള്ള വലിയ നഗരങ്ങളിലെ കുട്ടികൾ അവർ ചെറുപ്പത്തിലെ ഒരു 4 ഭാഷയെങ്കിലും ചുരുങ്ങിയത് കേട്ടും പറഞ്ഞുമിരിക്കും. വീട്ടിലെ ഭാഷ, അയൽപ്പക്കത്തെ ഭാഷ, പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്. അതെ, അത് വളരെ സാധാരണമാണ് അവിടെ. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ത്രിഭാഷാ പദ്ധതി, 3 ലാംഗ്വേജ് ഫോർമുല, അതും ഒരു തരത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു പരിധിവരെ അതെ. അതിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് അതാണ്. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്കാണ്. എന്താണത്? ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഏകഭാഷാത്വം, മോണോലിംഗ്വലിസം, അതത്ര സാധാരണമായ ഒരു കാര്യമല്ല. അതാണോ?
നമ്മൾ കരുതും അതാണ് നോർമൽ എന്ന്. അല്ല, അതൊരു പക്ഷേ ചില പ്രത്യേക ചരിത്രപരവും സാമൂഹികവുമായ സാഹചര്യങ്ങളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കണക്കുകൾ നോക്കിയാൽ ലോക ജനസംഖ്യയുടെ ഒരു 60% പേർ ഏതെങ്കിലും തരത്തിലുള്ള ബഹുഭാഷാത്വം ഉള്ളവരായിരുന്നു. 60%? അതെ. അപ്പൊ അതാണ് കൂടുതൽ സാധാരണമായ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇത്രയും നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഈ ബഹുഭാഷാത്വം എന്ന് പറയുന്നത് വെറുതെ കുറെ വാക്കുകൾ പഠിക്കുക എന്നതിനപ്പുറം ഒരുപാട് മാനങ്ങളുണ്ടതിന്. അതെ, വ്യത്യസ്തമായ സാംസ്കാരിക ലോകങ്ങളെ മനസ്സിലാക്കാനും ഒരുപക്ഷെ വ്യത്യസ്തമായ ചിന്താരീതികളെ അറിയാനും അവയോടൊക്കെ സംവദിക്കാനും പറ്റുന്ന ഒരു താക്കോല് കൂടിയാണിത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്, ഒരു കൗതുകകരമായ ചോദ്യം. എന്താണത്? നമ്മൾ പറഞ്ഞു ഭാഷ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു, സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെ. അങ്ങനെയെങ്കിൽ ഒന്നിലധികം ഭാഷകളുമായിട്ട് ദിവസവും ഇടപഴകുന്നത് ഈ പഠനങ്ങളിൽ നമ്മൾ നേരിട്ട് ചർച്ച ചെയ്യാത്ത തലങ്ങളിൽ പോലും ഒരാൾ ലോകത്തെ കാണുന്ന രീതിയെ, അയാളുടെ ചിന്താ പ്രക്രിയകളെയൊക്കെ എങ്ങനെയായിരിക്കും പുനർനിർമ്മിക്കുന്നുണ്ടാവുക? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ്, അത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ തലച്ചോറിനെയൊക്കെ എങ്ങനെ മാറ്റുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഈ ബഹുഭാഷാത്വവും വൈജ്ഞാനികതയും, അതായത് മൾട്ടി ലിംഗ്വലിസം ആൻഡ് കോഗ്നിഷൻ എന്ന വിഷയത്തിലെ ചില പഠനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി ചെല്ലുകയാണ് നമ്മൾ. അതെ, നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ നോക്കുമ്പോൾ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് അത് വെറുമൊരു സംസാരത്തിനുള്ള ഉപാധി മാത്രമല്ല, അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായും. ശരിക്കും ഒന്നിലധികം ഭാഷകൾ അറിയുന്നത് നമ്മുടെ ചിന്താശേഷിയെ, അതായത് കോഗ്നിഷനെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ 2 ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഒരു ഭാഷയിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ എളുപ്പത്തിൽ മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശരിയാണ്. ഇതിനെയാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സംസാരത്തിനിടയിൽ സാഹചര്യമനുസരിച്ച് അനായാസം ഭാഷ മാറ്റാനുള്ള ഒരു കഴിവ്. ഈ കോഡ് സ്വിച്ചിങ്, ഇതിന് ഒരുപാട് സമയം എടുക്കില്ല എന്ന് കേൾക്കുമ്പോ എന്താ പറയാ, ഒരു അത്ഭുതം തോന്നുന്നു. തലച്ചോറിന് അധികം അധ്വാനം വേണ്ടി വരുന്നില്ലേ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോ? ഇല്ല എന്നുള്ളതാണ് അതിലൊരു രസകരമായ കണ്ടെത്തൽ. പെയ്നിയർജിയോളു ടെക്കാൻ എന്നൊക്കെ പറയുന്ന ഗവേഷകർ നടത്തിയൊരു പഠനമുണ്ട്. ഒരു ക്രോസ്വേഡ് പസിൽ പോലെ വാക്കുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ 2 ഭാഷ അറിയുന്നവർക്ക് ആ 2 ഭാഷകളിലെയും വാക്കുകൾ കണ്ടെത്താൻ ഒരു ഭാഷ മാത്രം അറിയുന്നവരെക്കാൾ അധികം സമയം വേണ്ടി വന്നില്ല. ഓഹോ, ചില സാഹചര്യങ്ങളിൽ അതിലും കുറഞ്ഞ സമയം മതിയായിരുന്നു. ശരിക്കും? അതെ. ഇത് കാണിക്കുന്നെന്താന്ന് വെച്ചാൽ വേർഡ് റെക്കഗ്നിഷൻ, അതായത് വാക്കുകൾ തിരിച്ചറിയുന്നതിൽ ബഹുഭാഷാ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു മുൻതൂക്കമുണ്ട് എന്നാണ്. അപ്പോ ഈ വാക്കുകളൊക്കെ, അവയുടെ അർത്ഥങ്ങളൊക്കെ തലച്ചോറിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഓരോ ഭാഷയ്ക്കും വേറെ വേറെ അറകളാണോ, അതോ എല്ലാം കൂടെ ഒരിടത്താണോ? അത് നല്ലൊരു ചോദ്യമാണ്. ഇവിടെ പ്രധാനമായും 2 കാഴ്ചപ്പാടുകൾ നിലവിലുണ്ട്. ഒന്ന്, ഓരോ ഭാഷയിലെ വാക്കുകളും ലെക്സിക്കൽ നോളജ് എന്ന് പറയും, അത് ആ ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു മെമ്മറി സ്റ്റോറിൽ സൂക്ഷിക്കുന്നു. ശരി. എന്നാൽ അവയുടെ എല്ലാം അർത്ഥങ്ങൾ, സിമാന്റിക് നോളജ്, അത് പൊതുവായ ഒരിടത്ത് ഒരു കോമൺ കോൺസെപ്ച്വൽ മെമ്മറി സ്റ്റോറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് കോൺസെപ്റ്റ് മീഡിയേഷൻ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് ഭാഷയിലെ വാക്ക് കേട്ടാലും അതിന്റെ പിന്നിലെ ആശയം ഒന്നാണ്. രണ്ടാമത്തെ ഒരു സിദ്ധാന്തം പറയുന്നത് വാക്കുകളും അർത്ഥങ്ങളും അതത് ഭാഷയുടെ അറകളിൽ തന്നെയാണ്, അതാത് ഭാഷയിൽ തന്നെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ്. ഇതിലേതിനാണ് ഇപ്പോൾ കൂടുതലൊരു പിൻബലമുള്ളത്? ഗവേഷകർ ഏത് സിദ്ധാന്തമാണ് കൂടുതൽ ശരിവെക്കുന്നത്? നിലവിലുള്ള തെളിവുകൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരിൽ ആ ആദ്യത്തെ സിദ്ധാന്തം കോൺസെപ്റ്റ് മീഡിയേഷൻ, അതിനെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അതായത് നിങ്ങളൊരു ഭാഷയിലെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു ഭാഷകളിലെ സമാനമായ ആശയങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾക്കൊരു പ്രത്യേക ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു വഴക്കമൊക്കെ നൽകുന്നുണ്ടാവാം. ഈ ഭാഷാപരിചയം എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നതിനെയും സ്വാധീനിക്കുമോ? ഇപ്പോ ഉദാഹരണത്തിന് മറ്റൊരാളുടെ ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ്, വോയിസ് ഐഡന്റിഫിക്കേഷൻ. തീർച്ചയായും അതിനും തെളിവുകളുണ്ട്.
ഗൊഗിനും കൂട്ടറും നടത്തിയ ഒരു പഠനം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരെയും സ്പാനിഷും ഇംഗ്ലീഷും അറിയുന്നവരെയും പഠനത്തിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് ഒരേ വ്യക്തി പല രീതിയിൽ സംസാരിക്കുന്നത് കേൾപ്പിച്ചു. ഇംഗ്ലീഷിൽ മാത്രം, സ്പാനിഷിൽ മാത്രം, പിന്നെ സ്പാനിഷ് കലർന്ന ഇംഗ്ലീഷിലും. കുറച്ചു കഴിഞ്ഞ് പല ശബ്ദങ്ങൾ കേൾപ്പിച്ചിട്ട് ആദ്യം കേട്ട ആ വ്യക്തിയുടെ ശബ്ദം ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടെന്തായി? അപ്പോ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവർക്ക് ആ വ്യക്തി ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ കേട്ട ശബ്ദം തിരിച്ചറിയാനായിരുന്നു കൂടുതൽ എളുപ്പം. അത് പ്രതീക്ഷിക്കാമല്ലോ. എന്നാൽ രണ്ട് ഭാഷ അറിയുന്നവർക്ക് ആ വ്യക്തി ഏത് ഭാഷാ രീതിയിൽ സംസാരിച്ചപ്പോഴും, അതായത് ഇംഗ്ലീഷ്, സ്പാനിഷ് അല്ലെങ്കിൽ ആ മിക്സഡ് രീതിയിൽ സംസാരിച്ചപ്പോഴും ഒരുപോലെ എളുപ്പത്തിൽ ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റി. അത് കൊള്ളാമല്ലോ. അതെ. അപ്പോ സംസാരം മനസ്സിലാക്കുന്നതില്, സ്പീച്ച് പെർസെപ്ഷനിലും ഇതൊരു കഴിവായിട്ട് വരുന്നുണ്ട്. അപ്പോ ഒരു ബഹുഭാഷാ വ്യക്തി ഏതു ഭാഷ എപ്പോ ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിനും ചില രീതികളൊക്കെ ഉണ്ടല്ലേ? അത് വെറുതെ തോന്നിയ പോലെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. അല്ല. ഈ ഭാഷാ തെരഞ്ഞെടുപ്പ്, ലാംഗ്വേജ് ചോയ്സ് എന്ന് പറയും, അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ നിയമങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നത്. റൂൾ ഗവേൺഡ് ആണ്. ഏത് സാഹചര്യത്തിലാണ്, ഡൊമെയിൻ എന്ന് പറയും, ഏത് ഡൊമെയിനിലാണ് സംസാരിക്കുന്നത് എന്നതിനേത് ആശ്രയിച്ചിരിക്കും. ഉദാഹരണം പറയാമോ? പറയാമല്ലോ. ഇപ്പോ വീട്ടുകാരുമായി സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല ഒരുപക്ഷെ ജോലിസ്ഥലത്ത് ഔദ്യോഗികമായി സംസാരിക്കുന്നത്. ശരിയാണ്. അതുപോലെ ആരാധനാലയത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ വേറെയായിരിക്കാം. അപ്പോൾ ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായ ഭാഷയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതുപോലെ നമ്മൾ സംസാരത്തിനിടയ്ക്ക് ഭാഷകൾ കൂട്ടിക്കലർത്താറുണ്ടല്ലോ, മിക്സിംഗ്. ഇപ്പോ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ ഇതിനും നിയമങ്ങളുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇതിനും അതിൻ്റെതായ രീതികളുണ്ട്. ഒരു ബഹുഭാഷാ വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു സമയം ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന രീതി, അതായത് മോണോലിംഗ്വൽ മോഡ് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ട് ഭാഷകളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതി, ബൈലിംഗ്വൽ മോഡും സ്വീകരിക്കാം. ആരോടാണ് സംസാരിക്കുന്നത്, എത്രത്തോളം ഫോമലാണ് സംഭാഷണം എന്നതൊക്കെ ഇതിനെ സ്വാധീനിക്കും. ഇങ്ങനെ ഭാഷകൾ കലർത്തുമ്പോൾ പോലും സാധാരണയായി ഒരു പ്രധാന ഭാഷയുണ്ടാകും. അതിനെ മെട്രിക്സ് ലാംഗ്വേജ് എന്ന് പറയും. അതിൻ്റെ വ്യാകരണ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ആവശ്യമുള്ള വാക്കുകളോ ചെറിയ വാചകങ്ങളോ മറ്റേ ഭാഷയിൽ നിന്ന്, എംബഡഡ് ലാംഗ്വേജിൽ നിന്ന് എടുത്തുപയോഗിക്കുന്നത്. അപ്പൊ അതിനുമൊരു ഘടനയുണ്ട്. അതെ, ഇതിനും കൃത്യമായ വ്യാകരണ നിയമങ്ങളുണ്ട്. അല്ലാതെ വെറുതെ വാചകഘടനയെ തകർക്കുന്ന രീതിയിലല്ല ഈ കലർത്തൽ, ഈ മിക്സിംഗ് നടക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒന്നിലധികം ഭാഷകൾ അറിയുന്നത് അത് കേവലം കുറെ വാക്കുകൾ പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റുന്നുണ്ട് എന്ന് വ്യക്തമാണല്ലോ. അനായാസം കോഡ് സ്വിച്ചിങ് നടത്താനുള്ള കഴിവ്, പിന്നെ ആ കോൺസെപ്റ്റ് മീഡിയേഷൻ സിദ്ധാന്തം പറഞ്ഞതുപോലെ ആശയങ്ങളെ പൊതുവായി ബന്ധിപ്പിക്കാനുള്ള ഒരു ശേഷി, ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള മെച്ചപ്പെട്ട കഴിവ്, ഇതൊക്കെ ബഹുഭാഷാ വ്യക്തികളുടെ പ്രത്യേകതകളാണ്. അതുപോലെ ഏതു ഭാഷ ഉപയോഗിക്കണം, എങ്ങനെ കലർത്തണം എന്നതിലുമുണ്ട് ശരിക്കും ചിട്ടയായ നിയമങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തുപോവുകയാണ്. എന്താണ്? നമ്മൾ ഈ ഭാഷയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ലോകത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ബഹുഭാഷികളാണല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ അവരുടെ ഈ കഴിവുകൾ കൂടി കണക്കിലെടുക്കേണ്ടതല്ലേ? ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നവരുടെ കഴിവുകളെ മാത്രം അടിസ്ഥാനമാക്കി ഭാഷാ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നത് അത് എത്രത്തോളം പൂർണ്ണമാണ്? അത് ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ട് ഭാഷകളിലെ ലോകം, വാക്കുകൾ ഒരുപോലെ ലഭ്യമാകുന്ന ഒരാളുടെ ചിന്താമണ്ഡലം അതൊരു ഒറ്റ ഭാഷയിൽ മാത്രം ചിന്തിക്കുന്ന ഒരാളിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരിക്കും? ഇതൊരു ചിന്താവിഷയം തന്നെയാണ്, അല്ലേ? തീർച്ചയായും. അതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു വിഷയമാണ്. ഈ ബഹുഭാഷാത്വം, അതായത് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഒറ്റ ഭാഷ മാത്രം അറിയുന്നവരെ അപേക്ഷിച്ച് രണ്ടോ അതിലധികമോ ഭാഷ അറിയുന്നവരുടെ ചിന്താരീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ ഈ ചോദ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പഠനങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. തീർച്ചയായും. ഈ ബഹുഭാഷാത്വവും ചിന്തയും തമ്മിലുള്ള ബന്ധം, അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ശരിക്കും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ പഠനങ്ങളിലെ കണ്ടെത്തലുകൾ അത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. ഹാക്കൂട്ട 1986 നടത്തിയ ഒരു വിശകലനത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ പഠനത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു സ്വഭാവം, അവരുടെ ഭാഷയിലുള്ള കഴിവ്, സാമൂഹിക ചുറ്റുപാടുകൾ, പിന്നെ ഈ പഠനത്തിനുപയോഗിച്ച രീതികൾ, ഇതൊക്കെ ഈ വ്യത്യാസങ്ങൾക്ക് ഒരു കാരണമായിട്ടുണ്ടാവാം. അപ്പോ കണ്ടെത്തലുകളിൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ? ചിലപ്പോൾ പോസിറ്റീവെന്നും ചിലപ്പോൾ അങ്ങനെയല്ല എന്നും വരാം. നേരത്തെ പറഞ്ഞല്ലോ, പങ്കെടുത്തവരുടെ സ്വഭാവം ഒരു ഘടകമാണെന്ന്. അപ്പോ ഏതുതരം ബഹുഭാഷികളിലാണ് ഈ പറയുന്ന സ്വാധീനം, അത് ഗുണപരമായാലും അല്ലെങ്കിലും കൂടുതൽ കാണുന്നത്? അവിടെയാണ് ഈ ബാലൻസ്ഡ് ബൈലിംഗ്വൽസ് എന്നൊരാശയം വരുന്നത്. അതായത് ഏകദേശം ഒരുപോലെ നല്ല രീതിയിൽ 2 ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ. മിക്ക പഠനങ്ങളിലും കാണുന്നത്, പ്രത്യേകിച്ച് നല്ല സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ബൈലിംഗ്വൽസിൽ ഈ ബഹുഭാഷാത്വം ചിന്താപരമായ നേട്ടങ്ങൾക്ക്, ഗുണപരമായ നേട്ടങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ്. പക്ഷേ മറുവശപ്പ് അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോഴിതിന് നെഗറ്റീവ് ഫലങ്ങളും കാണാറുണ്ട്. അതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഭാഷ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ ആ സാഹചര്യം വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. പഠനങ്ങളിൽ ഈ ആഡിറ്റീവ് ബൈലിംഗ്വലിസം പിന്നെ സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം എന്ന 2 രീതികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണ്. ഈ അഡിറ്റീവ് രീതിയിൽ ഒരാൾക്ക് ഓൾറെഡി നന്നായി അറിയുന്നൊരു ഭാഷയുണ്ട്, മാതൃഭാഷ. അതിൻ്റെ കൂടെ രണ്ടാമതൊരു ഭാഷ കൂടി ചേർക്കാണ്. അതായത് ഈ രണ്ടാമത് പഠിക്കുന്ന ഭാഷ ആദ്യത്തെ ഭാഷയെ ഒരു തരത്തിലും മോശമായി ബാധിക്കുന്നില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. എന്നാൽ സബ്ട്രാക്റ്റീവ് രീതിയിലോ, അവിടെ പുതിയൊരു ഭാഷ പഠിക്കുന്നത് ചിലപ്പോൾ നിലവിലുള്ള മാതൃഭാഷയുടെ സ്ഥാനത്ത് വരാനോ അല്ലെങ്കിൽ ആ മാതൃഭാഷയെ ദുർബലപ്പെടുത്താനോ ഒക്കെ സാധ്യതയുണ്ട്. കമ്മിൻസ് 70കളിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഈ അഡിറ്റീവ് രീതിയാണ് ചിന്താശേഷിക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. സബ്ട്രാക്റ്റീവ് രീതി ചിലപ്പോൾ ദോഷകരമായെന്നും വരാം. ശരി. അപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നത് മറ്റേ ഭാഷയെ ഇല്ലാതാക്കരുതല്ലേ? രണ്ടിനും അതിൻ്റെതായ സ്ഥാനം കൊടുക്കണം. ഈ അഡിറ്റീവ് രീതിയിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണോ കിട്ടുക, അതോ അതിലും വ്യത്യാസമുണ്ടോ? അവിടെയാണ് കമ്മിൻസ് തന്നെ പറയുന്ന ത്രെഷോൾഡ് എഫക്റ്റ് എന്നൊരാശയം വരുന്നത്. അതായത് ഈ ബഹുഭാഷാത്വം കാരണം നല്ല ചിന്താപരമായ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ 2 ഭാഷകളിലും ഒരു മിനിമം ലെവൽ, ഒരു നിശ്ചിത നിലവാരത്തിലുള്ള കഴിവ്, പ്രാവീണ്യം ആവശ്യമായി വരും. ആ ഒരു ത്രെഷോൾഡ് അല്ലെങ്കിൽ ആ ഒരു പരിധി കടന്നാൽ മാത്രമേ ഈ പറയുന്ന ഗുണങ്ങൾ ശരിക്കും പ്രകടമാകൂ എന്നാണ് കമ്മിൻസ് വാദിക്കുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷയിലുള്ള പ്രാവീണ്യമാണ് പ്രധാനം. ഇവിടെയായിരിക്കും എലീനർ 90കളിൽ നടത്തിയ പഠനത്തിന് പ്രസക്തി വരുന്നതല്ലേ? അതിൽ പറയുന്നത് കോമ്പീറ്റന്റ് മൾട്ടിലിംഗ്വൽസ്, അതായത് ഭാഷകളിൽ നല്ല കഴിവുള്ളവർ അനാലജി സോൾവിംഗ് ടെസ്റ്റുകളിൽ നന്നായി പെർഫോം ചെയ്തു എന്നാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള എന്നാൽ മറ്റു ഭാഷകളിലും നല്ല കഴിവുള്ള കോമ്പീറ്റന്റ് മൾട്ടിലിംഗ്വൽസ് ഈ സാമ്യതകൾ കണ്ടെത്താനുള്ള ടെസ്റ്റുകളിൽ, അനോളജി ടെസ്റ്റുകളിൽ ശരിക്കും മികവ് കാണിച്ചു. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബഹുഭാഷാത്വത്തിന്റെ ഗുണങ്ങൾ അത് വെറും ഭാഷയിലുള്ള അറിവിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കുക്ക് പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ഇത് വ്യക്തിപരമായും പഠന കാര്യങ്ങളിലും എന്തിന് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പോലും ഗുണകരമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. തോമസും കോളിയറും അവരുടെ പഠനങ്ങളിലൂടെ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചിന്താപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മെച്ചപ്പെടുന്നത്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? തീർച്ചയായും. പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭാഷയെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായ അവബോധം. അതിനെ എൻഹാൻസ്ഡ് മെറ്റാലിംഗ്വൽ എബിലിറ്റീസ് എന്ന് പറയും. അതായത് ഭാഷ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഘടന, വാക്കുകൾ തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെ ബഹുഭാഷികൾക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഗലംബോസും ഗോൾഡിൻ മെഡോയും ബിയാലിസ്റ്റോക്കുമൊക്കെ ഇത് പറയുന്നുണ്ട്. അവർ ഭാഷയെ ഒരു ടൂളായിട്ട് കൂടുതൽ അനലൈസ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തെ നേട്ടം ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണോ? അതെ, ശരിയാണ്. ശ്രദ്ധ നിയന്ത്രിക്കാനുള്ള കഴിവ്.
അറ്റൻഷൻ കൺട്രോൾ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കി വേണ്ട കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ബഹുഭാഷികളിൽ മെച്ചപ്പെട്ടതായി കാണുന്നുണ്ട്. ബിയാലിസ്റ്റോക്കും കൂട്ടരും നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഇത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചിന്തയുടെ വേഗത കുറയുമല്ലോ, അതിനെ ഒരു പരിധി വരെ തടയാൻ പോലും ഇത് സഹായിച്ചേക്കാമെന്നാണ്. കാരണം തലച്ചോറ് നിരന്തരം 2 ഭാഷാ സിസ്റ്റങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതൊരു നല്ല എക്സസൈസ് ആണ്. ശരിയാണ്. അപ്പോൾ മൂന്നാമതായിട്ട് ചിന്തയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, വഴക്കം, പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഇതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ ചിന്താഗതികൾ എളുപ്പം മാറ്റാൻ പറ്റും. ഒരു പ്രശ്നത്തെ പല ആംഗിളിൽ നിന്ന് കാണാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ ഇത് സഹായിക്കും. ഹൈക്കുട്ട ഇതിനെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് അഥവാ ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ കാണാറില്ലേ ബഹുഭാഷികൾ സംസാരിക്കുമ്പോൾ എളുപ്പത്തിൽ ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, ഈ കോഡ് സ്വിച്ചിങ്, മിക്സിംഗ് എന്നൊക്കെ പറയുന്നത്. ഗ്രോജനും മൈറും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് അവരുടെ ചിന്തയിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഭാഗമാണ് ശരിക്കും. അപ്പം ഈ പഠനങ്ങളെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മൊത്തത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഇതിന്റെ ഒരു ആകത്തുക? ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അഡിക്റ്റീവ് രീതിയിൽ, അതായത് 2 ഭാഷകളിലും നല്ലൊരു നിലവാരം പുലർത്തിക്കൊണ്ട് പഠിക്കുന്നത്, അത് വെറുമൊരു സംസാരത്തിനുള്ള ഉപകരണം എന്നതിനപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം, നമ്മുടെ ചിന്താശേഷി, ശ്രദ്ധ, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ്, ഇതിനെയൊക്കെ പല രീതിയിൽ മെച്ചപ്പെടുത്താൻ, പരിപോഷിപ്പിക്കാൻ സഹായിക്കും എന്നാണ് ഈ പഠനങ്ങൾ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. ഇതൊരു തരം മെന്റൽ ജിംനാസ്റ്റിക്സ് പോലെയാണ്. ശരിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെ. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. തീർച്ചയായും. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് കൊടുക്കുന്ന ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു നല്ല വ്യായാമമായിട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന രീതികൾ, അതിനെ ആ പുതിയ ഭാഷയുടെ ഒരു രീതിയും ഘടനയും അതിൻ്റെ പിന്നിലുള്ള സംസ്കാരവുമൊക്കെ എങ്ങനെ മാറ്റിമറിച്ചേക്കാം അല്ലെങ്കിൽ സ്വാധീനിച്ചേക്കാം എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു രസകരമായ ചിന്തയായിരിക്കും. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഒരു പുതിയ ഭാഷ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അതായത് ഒരു 2ാം ഭാഷ നമ്മൾ എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത് എന്നതിനെക്കുറിച്ച്. നിങ്ങൾ തന്ന ഈ ചില പഠനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? തീർച്ചയായും. ഇത് വളരെ രസകരമായൊരു വിഷയമാണ്. കാരണം പലതരത്തിലുള്ള ആളുകൾ പല പ്രായത്തില് പല സാഹചര്യങ്ങളില് അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ വെച്ചാണ് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്. ഈ അനുഭവങ്ങളെല്ലാം കൂടി നമ്മുടെ മൊത്തത്തിലുള്ള ഭാഷാപരമായ കഴിവിനെ, നമ്മുടെ മൾട്ടിലിംഗ്വൽ റെപ്പർട്ടോറിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നോക്കുന്നത് അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏത് സാമൂഹിക സാഹചര്യത്തിലാണ്, സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് പഠിക്കുന്നത് എന്നത് അത് നിർണായകമാണ് ശരിക്കും. അതെ. സാധാരണ നമ്മളൊരു കാര്യം കേൾക്കാറുണ്ടല്ലോ, ചെറുപ്പത്തിലെ പഠിക്കണം എന്നാലേ ഭാഷ ശരിയാവൂ എന്ന്. ഈ പ്രായം അത്ര വലിയൊരു ഘടകം അല്ലേ, കാര്യമാണോ? അതിൽ കുറച്ച് ശരിയുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ടും അങ്ങനെയല്ല. ഇപ്പം നോക്കൂ, വൊക്കാബുലറി, അതായത് പുതിയ വാക്കുകൾ പഠിക്കാനും ഫ്ലുവൻസി, നല്ല ഒഴുക്കോടെ സംസാരിക്കാനും മുതിർന്നവർക്കും നന്നായിട്ട് സാധിക്കും. അതിന് പ്രായമൊരു തടസ്സമല്ല. ഓഹോ. പക്ഷേ ആ ഭാഷ സംസാരിക്കുന്നവരെ പോലെ തന്നെയുള്ള ഉച്ചാരണം, നേറ്റീവ് ലൈക്ക് പ്രൊനൗൺസിയേഷൻ എന്ന് പറയില്ലേ, അത് വരണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നത് കുറച്ചുകൂടി സഹായിക്കും. അപ്പോ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ഉച്ചാരണം ശരിയാവില്ലേ? അങ്ങനെയല്ല, പക്ഷേ കൂടുതൽ പരിശ്രമം വേണ്ടിവരും. എന്നാലും ഈ 2ാം ഭാഷ പഠിക്കാൻ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പീരിയഡ് ഉണ്ട്. അതായത് ഒരു നിർണായക സമയം. അത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന വാദമൊന്നും അത് ശരിയല്ലെന്നാണ് ഇപ്പോഴത്തെ പല ഗവേഷണങ്ങളും പറയുന്നത്. ഒരുപക്ഷെ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസം കണ്ടേക്കാം, അത്രയുള്ളൂ. മനസ്സിലായി. അപ്പോ മുതിർന്നവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പൊതുവേ ഒരു തോന്നലുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? അത് മിക്കവാറും സാഹചര്യങ്ങൾ കൊണ്ടാണ്.
മുതിർന്നവർക്ക് സാധാരണയായി അവരുടെ മാതൃഭാഷ നേറ്റീവ് ലാംഗ്വേജ് അത് തന്നെയായിരിക്കും പ്രധാന ഭാഷ ഡോമിനന്റ് ലാംഗ്വേജ്. അവർക്ക് ആ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനും ആശയവിനിമയം നടത്താനുമൊക്കെ സൗകര്യമുണ്ടാകും. ശരിയാണ്. എന്നാൽ ചെറിയ കുട്ടികൾ ഇപ്പോൾ ഒരു പുതിയ നാട്ടിലോ സ്കൂളിലോ ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആ പുതിയ ഭാഷ ഉപയോഗിച്ചേ മതിയാകൂ എന്നൊരു അവസ്ഥ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രധാന ഭാഷ പതിയെ അങ്ങോട്ട് മാറും. അവർ ആ പുതിയ ഭാഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, നന്നായി പഠിക്കുകയും ചെയ്യും. ഓഹോ, അതൊരു പ്രധാന വ്യത്യാസം തന്നെയാണല്ലേ. അപ്പോ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഒരു പ്രക്രിയ ആണല്ലോ. അതെ, തീർച്ചയായും. അതെങ്ങനെയാ നടക്കുന്നത്? എന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം കോഗ്നിറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ബോധനപരമായ ചില പ്രക്രിയകളാണ്. പഠിക്കുന്ന ആൾ പുതിയ ഭാഷയുടെ വ്യാകരണം, ഗ്രാമർ പതിയെ പതിയെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇതിന് ജന്മനായുള്ള ഒരു ലാംഗ്വേജ് ആക്വിസിഷൻ ഡിവൈസ് അഥവാ LAD സഹായിക്കും എന്നൊരു സിദ്ധാന്തമുണ്ട്. പക്ഷേ അത് L1, അതായത് നമ്മുടെ ഒന്നാം ഭാഷ പഠിക്കാനാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്നാണ് കരുതുന്നത്. L2 അഥവാ രണ്ടാം ഭാഷയ്ക്ക് അതിന്റെ പങ്ക് കുറവായിരിക്കാം. അപ്പോ L2 പഠിക്കാൻ എന്താണ് കൂടുതൽ സഹായിക്കുന്നത്? അവിടെയാണ് സാമൂഹിക ഇടപെടലുകൾ വരുന്നത്. ബ്രൂണറൊക്കെ പറഞ്ഞ ലാംഗ്വേജ് ആക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അഥവാ LAS, അതായത് നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും സമൂഹത്തിലെ നമ്മളെക്കാൾ കഴിവുള്ളവരുടെ സഹായം കിട്ടുന്നതും വൈഗോട്സ്കി പറഞ്ഞ പോലെ അതൊക്കെ L2 പഠനത്തിൽ വളരെ പ്രധാനമാണ്. അത് ശരിയാണ്. എല്ലാവരും ഒരേപോലെയല്ലല്ലോ പഠിക്കുന്നത്. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും പ്രധാനമല്ലേ? വളരെ ശരിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ പഠിതാവിനും അവരുടേതായ കഴിവും അറിവും ലക്ഷ്യങ്ങളുമുണ്ടാകും. നിങ്ങൾ തന്ന മെറ്റീരിയലിലെ ഉദാഹരണം തന്നെ നോക്കാം. റിയ എന്ന കുട്ടി. ആ കുട്ടിക്ക് കൂട്ടുകാരുമായി കളിക്കാനാണ് ഭാഷ വേണ്ടത്. അതിനൊരുപാട് വാക്കുകളോ സങ്കീർണമായ വ്യാകരണ നിയമങ്ങളോ ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. അതെ. എന്നാൽ മീനാക്ഷി അവരൊരു സാങ്കേതിക ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കൊരു പക്ഷേ സാധാരണ സംസാരത്തിൽ ചെറിയ തെറ്റുകളൊക്കെ വന്നാലും കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ അവരുടെ ജോലി സംബന്ധമായ വാക്കുകൾ, ആ ടെക്നിക്കൽ വെക്കാബുലറി, അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ ആരുടെ പഠനമാണ് മെച്ചം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചുള്ള പഠനമാണ് പ്രധാനം. ലേണിംഗ് എക്സ്പീരിയൻസസ് ലക്ഷ്യത്തിനനുസരിച്ച് മാറണം. ഇത് വളരെ എന്താ പറയുക, ശ്രദ്ധേയമായൊരു കാര്യമാണല്ലോ. നമ്മൾ ഈ പഠിക്കുന്ന ഭാഷകളൊക്കെ തലച്ചോറിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അതിനെക്കുറിച്ചും ചില ആശയങ്ങൾ ഉണ്ടല്ലോ അല്ലേ? സിംഗിൾ സിസ്റ്റം, ഡ്യുവൽ സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അത് മറ്റൊരു വലിയ ചോദ്യമാണ്. മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ഒരാളുടെ തലച്ചോറിൽ ഈ ഭാഷകളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? സിംഗിൾ സിസ്റ്റം ഹൈപ്പോത്തസിസ് പറയുന്നത് ഒന്നിലധികം ഭാഷകൾ ഉണ്ടെങ്കിലും അതെല്ലാം തലച്ചോറിലെ ഒരൊറ്റ സംവിധാനത്തിൽ, ഒരേ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ഒരൊറ്റ സിസ്റ്റത്തിലോ? അതെ, ഒരു വലിയ സ്റ്റോർ റൂം പോലെ. എല്ലാ ഭാഷയുടെ വിവരങ്ങളും അവിടെ തന്നെ. എന്നാൽ ഡ്യുവൽ സിസ്റ്റം ഹൈപ്പോത്തസിസ് പറയുന്നത് അങ്ങനെയല്ല. ഓരോ ഭാഷയ്ക്കും തലച്ചോറിൽ അതിൻ്റെതായ പ്രത്യേക ഇടം, പ്രത്യേക സിസ്റ്റങ്ങളോ ഭാഗങ്ങളോ ഉണ്ട് എന്നാണ്. അതായത് മലയാളം വേറെ, ഇംഗ്ലീഷ് വേറെ, അങ്ങനെ? അതെ, മലയാളത്തിന്റെ കാര്യങ്ങൾ ഒരിടത്ത്, ഇംഗ്ലീഷിൻ്റെത് വേറൊരിടത്ത്, അങ്ങനെ. ഓക്കെ. ഇതിൽ ഏതാണ് ശരി എന്നതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഏത് സിദ്ധാന്തമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. ഒരു രീതി തലച്ചോറിന് ക്ഷതം പറ്റിയ ബഹുഭാഷാ വ്യക്തികളെ, മൾട്ടിലിംഗ്വൽസിനെ പഠിക്കുക എന്നതാണ്. അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ ഒരു ഭാഷയ്ക്ക് മാത്രം പ്രശ്നം വരുന്നത് കാണാം. അത് ഒരുപക്ഷെ ഡ്യുവൽ സിസ്റ്റമിനെ പിന്തുണയ്ക്കാം. ശരി. എന്നാൽ മറ്റു ചിലപ്പോൾ എല്ലാ ഭാഷകളെയും ഒരുപോലെ ബാധിക്കുന്നതും കാണാം. അത് സിംഗിൾ സിസ്റ്റമിനെയും പിന്തുണയ്ക്കുന്നു. അപ്പൊ രണ്ടിനും സാധ്യതയുണ്ടല്ലേ? അതെ. അതുപോലെ തലച്ചോറിലെ ചില ഭാഗങ്ങളെ വൈദ്യുത തരംഗങ്ങൾ ഉപയോഗിച്ച് ഉത്തേജിപ്പിച്ച് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് നടത്തിയ ചില പഠനങ്ങളുമുണ്ട്. ആ പഠനങ്ങൾ പറയുന്നത് ചില ഭാഷാപരമായ കാര്യങ്ങൾ തലച്ചോറിൽ ഒരുമിച്ചും സിംഗിളി, മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകമായുമാണ് സെപ്പറേറ്റ്ലി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഒരുപക്ഷെ യാഥാർത്ഥ്യം ഈ രണ്ട് സിദ്ധാന്തങ്ങളുടെയും ഒരു സങ്കലനമായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു രണ്ടാം ഭാഷ പഠിക്കുമ്പോൾ പ്രായം ഒരു ഘടകമാണ്, ശരിയാണ്, പ്രത്യേകിച്ച് ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ. അതെ. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് നമ്മൾ എന്തിനു പഠിക്കുന്നു, ഏത് സാഹചര്യത്തിൽ പഠിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതൊക്കെ.
ഓരോരുത്തരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. തീർച്ചയായും. അതുപോലെ ഈ ഭാഷകളൊക്കെ നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്നതും അതിപ്പോഴും പൂർണ്ണമായി ഉത്തരം കിട്ടാത്ത വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഈ സിംഗിൾ സിസ്റ്റം, ഡ്യുവൽ സിസ്റ്റം പോലുള്ള ആശയങ്ങളൊക്കെ അതിനെ മനസ്സിലാക്കാനുള്ള ചില ശ്രമങ്ങൾ, ചില മോഡലുകൾ മാത്രമാണ്. ശരിയാണ്. ഈ ചർച്ച കേട്ടപ്പോൾ നിങ്ങൾ സ്വന്തമായി ഒരു ഭാഷ പഠിച്ചതിനെക്കുറിച്ചോ പഠിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചോ ഓർത്തു നോക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ ലക്ഷ്യങ്ങൾ നേടാൻ ഏറ്റവും ഫലപ്രദമായ പഠനരീതി എന്തായിരിക്കാമെന്ന് ഒന്നാലോചിക്കുന്നത് ഒരു പക്ഷേ രസകരമായിരിക്കും, അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നവരുടെ, അതായത് ഈ ബഹുഭാഷികളുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതുപോലെ പുതിയ ഭാഷകൾ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പുതിയ കണ്ടെത്തലുകളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം ബഹുഭാഷികളുടെ മസ്തിഷ്കവും ഭാഷാ പഠനവും എന്ന വിഷയത്തിലെ ചില പഠനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഈ പല ഭാഷകൾ നമ്മുടെ തലച്ചോറിലെ എങ്ങനെയാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചാണോ, അതോ ഓരോന്നിനും വേറെ വേറെ സ്ഥലങ്ങളുണ്ടോ? പിന്നെ രണ്ടാമത്, ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് തലച്ചോറിന് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആ ഗുണങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് കിട്ടിത്തുടങ്ങുക? നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? തീർച്ചയായും. ഇവിടെ ശരിക്കും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് FMRI പോലെയുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. അതായത് തലച്ചോറിന്റെ പ്രവർത്തനം, രക്തയോട്ടം ഒക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കുകൾ. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ബഹുഭാഷികളുടെ തലച്ചോറിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ശൃംഖല, ആ ന്യൂറൽ നെറ്റ്വർക്ക്, അതിനെക്കുറിച്ച് ഗവേഷകർക്കിടയിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായ ഏകാഭിപ്രായം വന്നിട്ടില്ല. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം. അതെ, അതിലൊന്ന് ഈ ചെറുപ്പത്തിൽ തന്നെ, അതായത് കുട്ടിക്കാലത്തെ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നവർ, അവരെ നമ്മൾ ഏർലി ബൈലിംഗ്വൽസ് എന്ന് പറയും, അല്ലേ? പിന്നെ കുറച്ചുകൂടി മുതിർന്ന ശേഷം രണ്ടാം ഭാഷ പഠിക്കുന്നവർ, ലേറ്റ് ബൈലിംഗ്വൽസ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ശരിയാണ്. ഈ കുട്ടിക്കാലത്തെ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നവരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ തലച്ചോറിലെ ആ ഭാഷാ ശൃംഖല അത് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്, കൂടുതൽ വഴക്കമുള്ളതാണ്. പിന്നീട് പഠിക്കുന്ന ഭാഷകളെ കൂടി അതിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഈ വൈകി ഭാഷ പഠിക്കുന്നവർ, അതായത് ലേറ്റ് ബൈലിംഗ്വൽസ്, അവർക്ക് പുതിയ ഭാഷകൾക്കായിട്ട് തലച്ചോറിൽ ഒരു പക്ഷേ പുതിയ ഇടങ്ങൾ, ന്യൂറൽ ഏരിയാസ് രൂപപ്പെടുത്തേണ്ടി വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓഹോ, അപ്പൊ അത് രണ്ട് രീതിയിലാണ് തലച്ചോറ് കൈകാര്യം ചെയ്യുന്നത്. കണ്ടെത്തലുകളുണ്ടല്ലോ. അത് ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ചില അടിസ്ഥാന ധാരണകളെ, ഈ ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് തിയറി പോലുള്ള സിദ്ധാന്തങ്ങളെ വരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സാധാരണ കരുതുന്നത് ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവ്, അതാണ് മനുഷ്യന്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്നാണല്ലോ. പക്ഷേ ഒരുപക്ഷെ അങ്ങനെയല്ല. ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഈ മൾട്ടി ലിംഗ്വലിസം, അതാവാം മനുഷ്യന്റെ ഒരു ഡീഫോൾട്ട് കേസ്, ഒരു സ്വാഭാവികമായ അവസ്ഥ. അങ്ങനെ പോലും ചിന്തിക്കേണ്ടി വരും. കൊള്ളാം. അപ്പോ ഇതിന്റെയൊക്കെ ഒരു പ്രായോഗിക അർത്ഥം എന്താണ്? രണ്ടാം ഭാഷ പഠിക്കുന്നത് പൊതുവെ നല്ലതാണെന്ന് തന്നെയല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതെ, പൊതുവെ നല്ലതാണ്. പക്ഷേ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഭാഷ, അത് നമ്മുടെ ആദ്യത്തെ ഭാഷയെ സഹായിക്കുന്ന, അതിനെ മെച്ചപ്പെടുത്തുന്ന ഒരു ആഡിറ്റീവ് രീതിയിലുള്ള സാഹചര്യത്തിലായിരിക്കണം പഠിക്കുന്നത്. അല്ലാതെ ഒന്നാമത്തെ ഭാഷയെ മോശമായി ബാധിക്കുന്ന, അതിനെ തളർത്തുന്ന ഒരു സബ്ട്രാക്റ്റീവ് സാഹചര്യമാണെങ്കിൽ അത് അത്ര ഗുണകരമാവില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ടാമത് പഠിക്കുന്ന ഭാഷയുണ്ടല്ലോ, അത് നന്നായി പഠിച്ചിരിക്കണം. ലേൺഡ് വെൽ എന്ന് പറയും. വെറുതെ കുറച്ച് വാക്കുകളോ വാചകങ്ങളോ പഠിച്ചതുകൊണ്ട് ഈ പറയുന്ന വലിയ നേട്ടങ്ങളൊന്നും കിട്ടണമെന്നില്ല. അത് ശരിയാണ്. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ കാണുന്നൊരു രീതിയുണ്ടല്ലോ, ആഴ്ചയിൽ കുറച്ചു പീരീഡ് മാത്രം വെച്ച് 2-3 കൊല്ലം വരെ രണ്ടാം ഭാഷ പഠിക്കും. അതുകൊണ്ട് മാത്രം ഈ പറയുന്ന വലിയ കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ്, അതായത് തലച്ചോറിനുണ്ടാകുന്ന ഗുണങ്ങൾ, അതൊന്നും കിട്ടാൻ സാധ്യതയില്ല, അല്ലേ? സാധ്യത കുറവാണ്. അത്രയും ആഴത്തിലുള്ള പഠനം അവിടെ നടക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന മാറ്റങ്ങൾ തലച്ചോറിൽ വരണമെന്നില്ല. എങ്കിലും ഈ വ്യാകരണപരമായ കാര്യങ്ങൾ,
അതായത് സിൻടാക്സ്, ഭാഷയുടെ ഘടനയൊക്കെ മനസ്സിലാക്കാൻ സ്കൂൾ വിദ്യാഭ്യാസം ഒരു പരിധിവരെ സഹായിക്കും. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിന് ശേഷം ഭാഷ പഠിക്കുമ്പോൾ ചിട്ടയായ പഠനം ഗുണം ചെയ്യും. ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ കഴിവിനും എബിലിറ്റീസിനും താല്പര്യങ്ങൾക്കും പ്രിഫറൻസസിനും പിന്നെ ഭാഷ ഉപയോഗിക്കുന്നതിലെ ലക്ഷ്യങ്ങൾ, പേഴ്സണൽ ഗോൾസ്, ഇതിനൊക്കെ അനുസരിച്ചുള്ള പഠന രീതികൾ, ലാംഗ്വേജ് അക്വസിഷൻ ടെക്നീക്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ശരിയാണ്, എല്ലാവർക്കും ഒരേ രീതി പറ്റില്ല. അതെ, കാരണം ഈ ഭാഷകളൊക്കെ തലച്ചോറിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഷെയർ സം ആസ്പെക്ട്സ് ഓഫ് മെന്റൽ റെപ്രസെന്റേഷൻ എന്ന് പറയാം. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. ചെറുപ്പത്തിൽ ഭാഷ പഠിക്കുന്നതും മുതിർന്ന ശേഷം പഠിക്കുന്നതും തലച്ചോറിൽ നടക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ടാകാം. 2. രണ്ടാം ഭാഷ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ പൂർണ്ണമായി കിട്ടണമെങ്കിൽ ആ ഭാഷ നന്നായി പഠിക്കണം. അതുപോലെ പഠിക്കുന്ന സാഹചര്യം ആദ്യത്തെ ഭാഷയ്ക്ക് തടസ്സമാവാത്ത രീതിയിലുള്ളതായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച പഠനരീതി ഏതാണെന്ന് കണ്ടെത്തേണ്ടതും വളരെ പ്രധാനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഈ ബഹുഭാഷാ ശേഷി, ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അത് മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഡീഫോൾട്ട് കഴിവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും സമൂഹവും ഭാഷാ പഠനത്തെ സമീപിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ? നമ്മളിപ്പോഴും ഒരു ഏകഭാഷാ കാഴ്ചപ്പാടിൽ നിന്നാണോ കാര്യങ്ങളെ കാണുന്നത്? അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം ഒരുപക്ഷെ ആയിട്ടുണ്ടാകാം. ഇത് നിങ്ങൾക്ക് തീർച്ചയായും തുടർന്ന് ആലോചിക്കാവുന്നൊരു വിഷയമാണ്.